ഹേ ഗായ്സ്, ആഗ്രയിലേക്ക് പോവാണ്. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 2 മണിക്കൂർ ഡിലേ ആണ് കേട്ടോ. സ്റ്റേഷനൊക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരുപാട് സീറ്റിംഗ് ഏരിയ ഒക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ട്രെയിൻ ഒടുക്കത്തെ ലേറ്റ്. യെസ്, ഇത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിസാമുദ്ദീൻ വരെ പോകുന്നുണ്ട്. ഞാൻ ആഗ്ര വരെയേ ഉള്ളൂ. എന്തായാലും ഒരു കിടിലൻ ട്രെയിൻ യാത്രയിലേക്ക് സ്വാഗതം. സ്ലീപ്പിംഗ് ബാഗൊക്കെ കൈ പിടിച്ചിട്ടാണ് പോകുന്നത് അവസ്ഥയാണ്. എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രെയിനിൽ കയറിയിട്ട് പറയാം. ഇതാണ് എൻ്റെ ബർത്ത്. എന്നാലും നല്ല നീറ്റ് കോച്ചാണ്. എന്നാലും നോക്കാം. ട്രെയിന് ലേറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത്. പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. കയറാൻ പോലും സമയം കണ്ടിട്ടില്ല. നല്ല കോച്ചാണോ? എന്നാലും ബാത്റൂം കൂടി നോക്കിക്കളിയാം. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ്. ചെറുതായിട്ട് സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഓക്കെ, എന്നാലും എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയോ, എന്റെ കയ്യിൽ ഒരു 3 GoProന്റെ ബാറ്ററിയാണ്. 3ഉം പോയി. ഇത് പവർ ബാങ്കിൽ കണ്ടു. പവർ ബാങ്കിൽ കുത്തിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അവസ്ഥയാണ്. ഇപ്പോ പയങ്ങാടി എത്തി. സൗണ്ട് ക്വാളിറ്റി ഓക്കെ ആണോ? ഇവിടുന്ന് 43 മണിക്കൂർ ജേണിയാണ്. പക്ഷെ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ഇപ്പൊ ഒന്നും എത്തലുണ്ടാവില്ല. എന്നാൽ നമുക്ക് നോക്കാം. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആഗ്രഹം എത്തുന്നത്. സൗണ്ട് ക്വാളിറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഈ ബാറ്ററി ഇല്ലാതെ പവർ ബാങ്ക് വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക, ഒന്നും തോന്നരുത്. നമുക്ക് റെഡിയാക്കാം. നമുക്ക് എന്തായാലും ആഗ്രഹത്തിൽ റെഡിയാക്കാം. ഞാനെന്തായാലും ഇതിന്റെ മോളിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിൽക്കാൻ നേരിടും. ഞങ്ങൾക്ക് ചീപ്പായിട്ട് താജ്മഹൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. ഇവിടെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം നമുക്കൊരു 2500 രൂപക്കൊക്കെ താജ്മഹൽ കണ്ടിട്ട് വരാം. ജസ്റ്റ് കണ്ടിട്ട് വരണം എന്ന് മാത്രമാണെങ്കിൽ നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല നീറ്റും ആണ്. എന്തുകൊണ്ടും റെക്കമെൻഡഡ്. പക്ഷെ എങ്കിൽ ഇവിടെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് നോക്കാം. ഞാൻ ആ ഷർട്ടൊക്കെ കഴിച്ചു വെച്ചു. ഇപ്പൊ 7 മണിയായി. എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തുടങ്ങിയിട്ടുണ്ട്. എനിക്കെന്തായാലും ഭക്ഷണമൊന്നും വേണ്ട. ഞാനെന്തായാലും വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബാഗിലുണ്ട്. അതെടുത്ത് കഴിച്ചാൽ മതി. അപ്പോ പുറത്ത് കഴിച്ചതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഇരുടായിട്ടുണ്ട്. ഇപ്പം കാസർഗോഡ് വിടാറായി. എല്ലാവരും ഫുഡ് കഴിക്കുന്ന, ഞാനും കഴിക്കുന്ന. ഫുഡ് കഴിക്കാൻ എന്തായാലും കുറേ ആവും. ഇപ്പോ മന്തിയാണ്. ചിക്കൻ മന്തിയാണ്. എന്തായാലും കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ എന്തായാലും കഴിക്കട്ടെ. കാര്യമാണ്. ടോയ്ലറ്റിൽ പോകാൻ വന്നതായിരുന്നു കേട്ടോ. ഇപ്പോ 10 മണിയോറായി. ഉടുപ്പിക്ക് കഴിഞ്ഞു. എല്ലാവരും കിടന്ന് കാണും. ഞാനും കിടക്കാൻ പോവാണ്. നാളെ രാവിലെ കാണും. ഗുഡ് മോർണിംഗ്. ചിത്രൻ വിട്ടു. 9 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇതൊരു അടിപൊളി ജേണിയാണ്. S3 ആയിരുന്നുണ്ട്. ഞാൻ ഇതൊരു S4ലാണ് ഇരുന്നത്. ഇപ്പൊ ആടെ ആള് വന്ന് ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നത്. ചിപ്ലുൻ റെയിൽവേ സ്റ്റേഷൻ. ഒരു സീറ്റാണ് എൻ്റെത്. ഈ റൂട്ട് കൂടെ പോകാൻ വേറെ രസമാണ്. കാരണം ചെറിയ ചെറിയ വാട്ടർഫാളും അതൊക്കെ ആയിട്ട് കാണാൻ തന്നെ വേറെ രസമാണ്. ഞാൻ മുന്നേ ഇരുന്ന കോച്ച് അപേക്ഷിച്ചിട്ട് ഇത് വൃത്തി കുറച്ച് കുറവാണ്. പക്ഷെ എല്ലാം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ മോൾ കയറി ഇരുന്നിട്ടാണുള്ളത്. എല്ലാവരും കിടന്നിട്ടാണുള്ളത് കണ്ടോ. ആ മോളും പിന്നെ വേറൊരാളും താഴെ ഉണ്ട്. അതുകൊണ്ട് തന്നെ താഴെ ഇരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ബ്രഞ്ചായിട്ട് കഴിക്കാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ബർത്തും കോച്ചൊക്കെ നല്ലതായിരുന്നു. ഇത് കുറച്ച് പഴയതാണ്. ഫൈനലി നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. 2 ബിരിയാണി, 2 എഗ് ഉണ്ട്, 90 റുപ്പീസ്. അത്യാവശ്യം നല്ല സ്പൈസി ആണ്, മോശമില്ല. എന്നാലും നല്ല ഫുഡ് തന്നെയാണ്. അപ്പോൾ കഴിക്കട്ടെ. ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുള്ളത് അഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഒരു ഫാസ്റ്റ് ട്രെയിൻ വരുന്നുണ്ടെന്നാണ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം.
കസര എത്താറായി. ഇവിടെ എന്തായാലും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഒരുപാട് പയ്യന്മാർ ഇങ്ങനെ ഓരോ സാധനം വിൽക്കാൻ വേണ്ടി കയറുന്നുണ്ടോ. ഇവിടെ ഏകദേശം കുറച്ച് സമയം നിർത്തും. ലോക്കൽ ട്രെയിൻ അല്ലേ അത്. നമ്മളിപ്പോ ഇഗത്പൂരി എത്തി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കണ്ടോ. സ്റ്റേഷനൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ട്രെയിനൊന്ന് സ്ലോ ആയിട്ടുണ്ട്. വേറേതോ ചങ്ങായി കീന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ വേറേതോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നോക്കാം, ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേര് കയറാനുണ്ടല്ലോ. അടിപൊളി. ഇവിടെ കുറച്ചു നേരം നിർത്തും. എന്തെങ്കിലും വാങ്ങിയാലോ. ഞാനൊരു ജീര ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. വളരെ സ്ലോ ആയിട്ടാണല്ലോ പോകുന്നത്. പൈലറ്റ് ലോക്കോ പൈലറ്റ് അതാണ്. ഓട്ടോമൊബൈൽ കാരിയർ. നമ്മളിപ്പോ മന്മഡ് ജംഗ്ഷൻ കഴിഞ്ഞു. പുറത്തു നോക്കിയാൽ നല്ല ചാറ്റൽ മഴയാണ്. ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ചലിസ്കോൺ ജംഗ്ഷൻ എത്തി. ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല. സ്റ്റേഷനൊക്കെ കണ്ടോ, ഫുള്ള് മഴ നനഞ്ഞിട്ടാണുള്ളത്. ഇവിടെ നിൽക്കുമ്പോ നല്ല പോലെ ശ്രദ്ധിക്കണം. ഇത് നല്ല വെയിറ്റ് ഉള്ള ഡോറാണ്. ഇത് വന്ന് അടയാൻ സാധ്യതയുണ്ട്. ഇവിടെ നിൽക്കാനേ പാടില്ല എന്നാണ്. ഉണ്ടോ ഇപ്പോ സമയം 7 മണിയായി. അടുത്ത സ്റ്റോപ്പ് ഭുസാവൽ ജംഗ്ഷനിലാണ്. 8 മണിയാവും ഏകദേശം. ഇപ്പം തന്നെ ഏകദേശം രാത്രിയാവാനായി. എന്നിട്ട് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് യൂനിബിക്കിന്റെ. തൽക്കാലം ഇത് കഴിക്കാം. ഉള്ള അവസ്ഥയാണ്. 48ാമത്തെ സീറ്റ്. നേരത്തെ കുറച്ച് മുന്നേ ഒരാൾ വന്നിട്ട് അയാളുടെ സീറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരാളുടെ സീറ്റുമാണ്. എന്താണ് ഇത്, ഇന്ത്യൻ റെയിൽവേ സംഭവം ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. മൂപ്പർക്കും എനിക്കും ഒരേ സീറ്റാണ്. ഇതിന്റെ മുന്നേ വേറൊരാളും വന്നിരുന്നു അയാളുടെ സീറ്റാന്നും പറഞ്ഞിട്ട്. എന്താ ചെയ്യല്ലേ, അവസ്ഥയാണ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ട്രെയിൻ കാലിയായിട്ടാണ് ഉള്ളത് കേട്ടോ. ഇന്നലെ വന്ന ചങ്ങായി ഏതാണ്ട് എവിടെയാണ് കിടന്നത്. ഇവിടെ കിടക്കുന്നതാണ്. നമുക്ക് ഇനി 2 സ്റ്റോപ്പും കൂടി ഉള്ളൂ. 2 സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റോപ്പ് ആഗ്രയാണ്. ഗാലിബർ ജംഗ്ഷൻ. ഇവിടെ കുറച്ച് സമയം നിർത്തുള്ളൂ. 2 മിനിറ്റ് നിർത്തുള്ളൂ. നമ്മൾ ആഗ്ര എത്തുമ്പോഴത്തേക്ക് എന്തായാലും 10:30 സമയം 8:15 കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇത് ഗാലിയർ സ്റ്റേഷൻ വിടാണ്. ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ബാഗൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് നമ്മുടേതാണ്. ഇപ്പൊ നോക്കുമ്പോ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ഫുള്ള് ഇഷ്ടിക കഷ്ണം കൊണ്ടാണ് കെട്ടിയത് കണ്ടോ. ബാക്ക് സൈഡ് ഒന്നും തേക്കാതെ ഫ്രണ്ട് മാത്രമാണ് ഇവിടെ തേച്ചിട്ട് കാണുന്നുള്ളൂ കേട്ടോ. ഫുള്ള് കൃഷിയിടങ്ങളാണ്. ഫൈനലി നമ്മൾ ആഗ്ര എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഷനെത്തി. ആഗ്രാക്കൻ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഈ കൗ സർഫിംഗ് ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ അടുത്തേക്ക് പോവാണ്. ഇവിടെ നോക്കി ഫുള്ള് സോളാർ പാനലാണല്ലോ. ഇതാണ് ആഗ്രയുടെ പുറത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ ലുക്ക്. അപ്പൊ ഇനി ഇവിടുന്ന് എനിക്ക് റാപ്പിഡ് ആയിട്ട് എടുത്തിട്ട് ചങ്ങാന്റെ അടുത്തേക്ക് പോകണം. ഒരുപാട് എന്താ പറയാ ഓട്ടോക്കാരും ടാക്സിക്കാരൊക്കെ എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഐ ലവ് ആഗ്ര. ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ആഗ്രയിൽ വരുന്നത് കേട്ടോ. ഫുൾ ഓട്ടോക്കാരനെയാണല്ലോ. പ്രത്യേകിച്ച് ഇവിടെ പോകണ്ടെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ടാക്സി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. റാപ്പിഡ് കൊണ്ട് റാപ്പിഡ് എടുത്ത് പോക്കാണ് നല്ലത്. അപ്പോൾ ആഗ്രയിൽ ഇറങ്ങിയിട്ട് ഒരു കാര്യം മനസ്സിലായി. നല്ലപോലെ ഹ്യൂമിഡിറ്റി ഉണ്ട്. നല്ല ചൂടാണ് കേട്ടോ. വിശർത്ത് ഒലിക്കുകയാണ്. ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ടാക്സിക്കാരൊക്കെ മൊത്തമാണ് എന്നിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ രസമാണ് ഇത്. ഇനി ബൈയുടെ കൂടെയാണ് പോകുന്നത്. റാപ്പിഡ് 75 കാണിച്ചത്. ഈ ക്യാൻസലും പറയുന്നുണ്ട്. അറിയില്ല, നോക്കാം. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്.
പെട്രോൾ പമ്പിൽ വന്നിട്ടാണ് പെട്രോൾ അടിക്കാൻ. ജയ്പൂർ നേരെയാണ് കേട്ടോ, ഈ റോഡ് നേരെ പോയാൽ ജയ്പൂർ. എന്തായാലും ഇനി അടുത്ത ജയ്പൂരിലേക്കാണ് പോകുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു ഐഡിയ ഇല്ല, അതൊന്നും സെറ്റ് ആക്കണം. എണ്ണ അടിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ ഈ ടൈപ്പിൽ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതൊക്കെ ഉള്ള ഏരിയയിലൂടെയാണ് പോകുന്നത്, ഫുള്ള് ഗ്രാമങ്ങളാണ്, വണ്ടിയൊക്കെ വരുന്നുണ്ടോ. സൈഡിലൊക്കെ നോക്കി വേറെ ലെവൽ റൈഡാട്ടോ, റോഡൊക്കെ അടിച്ചു പിടിച്ചിട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇവിടെ നല്ല വണ്ടി കയറിയാൽ പിന്നെ നമ്മൾ പാർക്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ ടൈപ്പിലാണ് ഡ്രൈവിങ്. പിന്നെ അങ്ങനെ തന്നെ യുപിയിലൊക്കെ എത്തിയാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും, റോഡ് സൈഡിൽ ഇങ്ങനെ പശുവൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലോട്ട് പോകുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓടിക്കണം. ചെങ്ങായി എന്നെ ഇവിടെ നിർത്തിയിട്ടിട്ടുള്ളത് വണ്ടിയൊക്കെ വെച്ചിട്ട് ആ കടയിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി 2 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. നല്ല വെയിലാട്ടോ, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ല വെയിലാണ്. അത് മാത്രമല്ല, ഇത് ഏതോ ഒരു എന്താ പറയാ, ഇതൊരു ചെറിയൊരു സിറ്റി പോലെയാണ് ഉള്ളത്. കണ്ടോ, ഒരു കാള വണ്ടിയല്ല, ഒരു കുതിര വണ്ടി വരുന്ന കണ്ടോ. കൊള്ളാല്ലേ, എത്ര സാധനമല്ല അതിന്റെ മുകളിൽ. ഇത്രയൊക്കെ പോകുന്നുണ്ടല്ലോ, 2 ട്രാക്ടർ ഒരുമിച്ച്. കൊള്ളാല്ലേ. നല്ല ചൂടാണ് കേട്ടോ, 32 ഡിഗ്രി സെൽഷ്യസ്. നമ്മളിപ്പോ മെയിൻ റോഡ് വിട്ട് ഒരു ചെറിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. നമ്മൾ എത്താറായി. തന്നെയാണ് ലൊക്കേഷൻ നോക്കിയത്, അതുകൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തെത്തി. ഒരു ഡി എഡിഷൻ സെന്റർ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടോ. അപ്പൊ ഇവിടെയാണ് കൗൺസിലിംഗ് ഒക്കെ നടക്കുക, കണ്ടോ, റീക്രിയേഷൻ റൂം. അപ്പൊ ഇവിടെയാണ് എൻ്റെ ബാഗൊക്കെ വെച്ചത്. ഇവിടുത്തെ മാനേജറാണ് എൻ്റെ ഹോസ്റ്റ്. എന്തായാലും ഹോസ്റ്റിനെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് വരെ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, പച്ചക്കറി മേടിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള ചുറ്റും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. വരുമ്പം കണ്ടത് തന്നെ, പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മെഡിക്കൽ റൂമിലാണ് എൻ്റെ ബാഗൊക്കെ ഉള്ളത്. അവിടെ ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം. ഇവിടെ ഒക്കെ ഇങ്ങനത്തെ ഫ്ലെക്സ് ആണ്, കണ്ടോ കണ്ടോ, സേ നോ ടു ഡ്രഗ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്റ്റ് സുമിത് ജാൻ. നമ്മളിപ്പോ പച്ചക്കറി വാങ്ങിക്കാൻ പോവാണ് പുറത്തേക്ക്. മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഡി എഡിഷൻ സെന്റർ. ഒരു ഗ്രാമമാണ് കേട്ടോ, മൊത്തത്തിലൊരു ചെറിയൊരു ഗ്രാമമാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നക്കളകല്ലി എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് കേട്ടോ. ഇവിടെ അധികം ആളുകളും കൃഷിയൊന്നുമല്ല ചെയ്യുന്നത്, ചെറിയ ചെറിയ വർക്കാണ്. നമ്മളിപ്പോൾ ടൗണിലെത്തി കേട്ടോ, മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോകണം. ഇത് കൊള്ളാല്ലേ, ശിവന്റെ കൈയാണ്. ഒരു റൗണ്ട് ബോട്ടിൽ വെച്ചിട്ടാണ്. നമ്മളിപ്പോ ഒരു ടെമ്പിളിന്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഈ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അമ്പലം വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ കണ്ടോ എത്ര പേരാണെന്ന്. ഇതൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് കേട്ടോ. റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെക്കാളും കൂടുതൽ ആളുകളാണ്. ചെറിയ തൊട്ടിലൊക്കെ കണ്ടോ, കൊള്ളാല്ലേ, നൈസാണ്, വേറൊരു വൈബാണ്. നമ്മളിപ്പോ ഒരു പച്ചക്കറി മാർക്കറ്റിലുള്ളത് കേട്ടോ. സുമിത് ബ്രോ അവിടെ ഉണ്ട്. ഇവിടെ കണ്ടോ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തുനിന്നും ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വിൽക്കുന്നതാണ്.
ഇവിടെ നമുക്ക് ഫ്രഷ് പച്ചക്കറി കിട്ടുന്നതാണ് തോന്നുന്നത്. കണ്ടോ, ബൾക്കായിട്ടാണ് എല്ലാം സെയിൽ നടക്കുന്നത്. നമ്മളിത് ചാക്കായിട്ടാണ് വന്നത്. 1 കിലോ 20 രൂപയേ ഉള്ളൂ. ഇതിനകത്താണ് അവർ തൂക്കുക. ഇവിടെ കണ്ടോ നല്ല ഫ്രഷ് ഇഞ്ചിയൊക്കെ 1 കിലോ 10 രൂപയേ ഉള്ളൂ. അത് 20. അത് കുറച്ച് ഫ്രഷാണ്, ഇത് കുറച്ച് ചീഞ്ഞ പോലത്തെയാണ്. ഇതിന് 20. എന്ത് കുറവല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 40 50 ഒക്കെ ആവില്ല. കണ്ടോ നാരങ്ങ സോഡയാണ്. കാലം നമുക്കൊക്കെ ഇട്ടിട്ടാണ് തരുക. സുമിത് ബ്രോ എന്തോ വാങ്ങേണ്ടിട്ട്, തക്കാളി വാങ്ങേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത്. നമ്മൾ ഇത്രയും സാധനം മേടിച്ചു. ഇനി ഇത് മേടിച്ച് നേരെ നമ്മള് സെൻട്രലിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ അമ്പലത്തിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ സെൻട്രലിലേക്ക് പോവാണ്. ആഗ്രഹമില്ല, ഏതോ ഒരു വില്ലേജിൽ കൂടെ ഇങ്ങനെ. ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കൂളർ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഞാനും ബയ്യ ഇരിക്കുകയാണ്. അവിടെ വേറൊരു ബയ്യ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും വേറൊരു കൗസർപ്പം കൂടി വരുന്നുണ്ട്. അത് വരുന്നവരെ ഇവിടെ നിൽക്കണം. അതായത് ചെറുതായിരുന്നു ഫ്രഷ് ആവണം. ട്രെയിൻ വന്നതല്ല, നല്ല രീതിയിൽ ടയർഡാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാണ്. ചാവൽ, റൊട്ടി, പിന്നെ സബ്ജി, ദഹിയുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് വരാം. നമ്മളിപ്പോ ചെറുതായിട്ട് ബ്രോന്റെ കൂടെ ഇങ്ങനെ നടക്കാണ്. സൈക്കിളായിട്ട് ഇങ്ങനെ പോവാണ്. സൈക്കിളിന് വെച്ചാൽ ചെറുതായിട്ടൊരു കംപ്ലൈന്റ് വന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ നടന്നു പോവാണ്. ഈ വില്ലേജ് ഭയങ്കര എന്താ പറയാ, പീസ്ഫുൾ ആണ്. വലിയ സൗണ്ട് ഒന്നുമില്ല, ഭയങ്കര കാമായിട്ടുള്ളൊരു വില്ലേജാണ്. വേറൊരു ഫീലാണ്. കണ്ടോ, ഒരു കാളയുണ്ട് അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു അപ്പൂപ്പനുണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നു. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. സൈക്കിളിന്റെ റിങ് പോയല്ലോ, അതുകൊണ്ട് തന്നെ അത് മാറ്റേണ്ടിട്ട് പോവാണ്. ടൗണിലേക്ക് പോകണം, കുറച്ച് ദൂരം നടക്കാനുണ്ട്. കണ്ടോ, ഏകദേശം എല്ലാം സെയിം ആണ് കാണാൻ. നമ്മളിപ്പോ മെയിൻ റോഡ് എത്തിയിട്ടോ. പഞ്ചറടിക്കാൻ വന്നതാണ്. ഇവിടെ എവിടെ ഇങ്ങനെ കട ഇട്ടോ നോക്കണം. ഇതാണ് ശംഷാബാദ് റോഡാണിത്. ഫൈനലി നമ്മൾ കട കണ്ടുപിടിച്ചു. ഇതിന്റെ വീല് മാറ്റട്ടെ. അങ്ങനെ സൈക്കിളിന്റെ വീലൊക്കെ മാറ്റി ടൗണിലെത്തിയിട്ട് ടൗണിലെത്തിയിട്ട് നിങ്ങൾ കണ്ടില്ല, ഭയങ്കര ഒച്ചപ്പാടല്ലേ. നമ്മുടെ വില്ലേജ് ഭയങ്കര കാമായിട്ടില്ല. നമ്മളിവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുകയാണ്. ഇവിടെ ഫുള്ള് കാലം നമുക്ക് കെട്ടിട്ടാണ് തരുക. കേട്ടോ, വലിയ മധുരമൊന്നുമില്ല കേട്ടോ. ആഗ്രഹല്ലേ സിറ്റിയിലൂടെ ഇങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോവാണ്. വയ്യെടുപ്പം നമ്മൾ താജ്മഹൽ അതുപോലെ ആഗ്ര ഫോർട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നാളത്തെ വീഡിയോ എന്തായാലും കാണണം. വീഡിയോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നെല്ലാം അറിയാം. നമുക്കെല്ലാം ശരിയാക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ബൈ.